സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടെ നിന്ന് നിമിഷങ്ങളിൽ അനുഗ്രഹിക്കണമേ. അവിടെ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ. ജഡത്തിൻ്റെ പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച് ആത്മാവിൻ്റെ വഴികളിലൂടെ നടക്കുവാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് നൽകണമേ. മദ്യപാനവും പുകവലിയും ഹാൻസും പാൻപരാഗും ലഹരി വസ്തുക്കളും ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നടക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ യേശു ക്രിസ്തുവിനെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ലഭിച്ച അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ വ്യക്തി കൊടുങ്ങല്ലൂരുള്ള മതിലകം എന്ന സ്ഥലത്ത് നിന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആ വ്യക്തിയുടെ പേര് LC ജോൺ മൂഞ്ഞേലി ഹൗസ് എന്നാണ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: എനിക്ക് 8.5 വർഷത്തോളമായി മൂത്രത്തിൽ പഴുപ്പിൻ്റെ രോഗമായിരുന്നു. ഈ വർഷങ്ങളിൽ എല്ലാവിധ ആശുപത്രികളിലും കയറി ഇറങ്ങി. ആയുർവേദം, ഹോമിയോപ്പതി, എല്ലാ തരത്തിലുള്ള മരുന്നുകളും പരീക്ഷിച്ചു നോക്കി. വിവിധ ചികിത്സാ രീതികൾ അവലംബിച്ചു. ഞാൻ എൻ്റെ ജീവിതം ദുരിതപൂർണമായി തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് 2008 ജനുവരി 27-ാം തീയതി അട്ടപ്പാടിയിലുള്ള സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. ആ ധ്യാനത്തിൽ വെച്ച് ഞാൻ എൻ്റെ യേശുവിനെ ഹൃദയം നുറുങ്ങി ഉറക്കെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ യേശുവേ, എൻ്റെ രോഗത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. രോഗത്തിൻ്റെ പൂർണ്ണ വിമുക്തിക്കായി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ യേശുവിൻ്റെ അത്ഭുത സ്പർശനം എനിക്ക് ലഭിച്ചു. എൻ്റെ 8.5 വർഷത്തോളമായി എന്നെ പീഡിപ്പിച്ചിരുന്ന മൂത്രത്തിൽ പഴുപ്പ് എന്ന രോഗം പൂർണ്ണമായും എന്നെ വിട്ടുപോയി. ഇന്ന് ഞാൻ പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ യേശുവിന് കോടാനുകോടി നന്ദി പറയുന്നു. മതിലകത്ത് നിന്ന് LC ജോൺ സാക്ഷ്യപ്പെടുത്തുകയാണ്. LC ജോൺ തൻ്റെ ഫോട്ടോയും തൻ്റെ പൂർണ്ണ അഡ്രസ്സും വെച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തുവിനെ വിളിച്ചപ്പോൾ 8.5 വർഷമായി മൂത്രത്തിൽ പഴുപ്പെന്ന രോഗം അനുഭവിച്ചിരുന്ന മകൾക്ക് അത്ഭുത സൗഖ്യം ലഭിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത അഭിഷേകം നിങ്ങൾ ഓരോരുത്തരുടെ മേൽ വ്യാപരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. മദ്യപിക്കുന്ന ഒരു വ്യക്തി, പുകവലിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്ന വ്യക്തിയാണ്. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. പാലക്കാട് ജില്ലയിൽ ഒരു ദൈവ പൈതലിനുണ്ടായ ഒരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അദ്ദേഹം മൂക്കറ്റം മദ്യപിക്കുന്ന വ്യക്തിയാണ്. മദ്യപിച്ചാൽ എല്ലാവരെയും തെറി പറയും. അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. അദ്ദേഹം പറയണത് ഇങ്ങനെയാണ്: എൻ്റെ പണം കൊണ്ട് ഞാൻ മദ്യപിക്കുന്നു, എൻ്റെ പണം കൊണ്ട് ഞാൻ മദ്യപിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കെന്ത് ബുദ്ധിമുട്ട്?
അദ്ദേഹം ധാർഷ്ട്യത്തോടെ മദ്യപാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം മൂക്കറ്റ മദ്യപിച്ച് ഭവനത്തിലേക്ക് വന്നു. ഭാര്യയും മക്കളെല്ലാം തെറി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തിന് വേണ്ടി തന്നെ ഒരു മുറി മാറ്റിയിട്ടിരിക്കുകയാണ്. അദ്ദേഹം അതിനകത്ത് വന്ന് ഛർദ്ദിക്കുകയും മൂത്രമൊഴിക്കുകയും അദ്ദേഹം അതിനകത്ത് അരാജകാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇദ്ദേഹം മദ്യപിച്ച് വീട്ടിൽ വന്നാൽ ബാക്കിയുള്ളവരെല്ലാം മുറി കയറി അവരവരുടെ മുറി കയറി വാതിലടയ്ക്കും. ഈ കുടുംബനാഥൻ അദ്ദേഹത്തിന് വേണ്ടിയുള്ള മുറി കടന്ന് ഭയങ്കര ഒച്ചയും ബഹളവും ഉണ്ടാക്കും. അങ്ങനെ ഒരു ദിവസം മദ്യപിച്ച് രാത്രി അദ്ദേഹം ബഹളം ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേരം വെളുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കഴുത്തും തലയുടെ ശിരസിൻ്റെയും അതുപോലെ ചെവിയുടെയും മുഖത്തിൻ്റെ പകുതിയോളം വെന്ത് കിടക്കുന്നതാണ് കണ്ടത്. അർദ്ധ അബോധാവസ്ഥയിൽ കിടന്ന് അദ്ദേഹം എന്തോ ഒരു മൂളിച്ച മാത്രമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സംഭവിച്ചതാണ്. രാത്രി അർദ്ധരാത്രിയോടത്ത് ഇദ്ദേഹത്തിൻ്റെ മദ്യം ഇദ്ദേഹത്തിൻ്റെ തലക്കടിച്ച് അങ്ങനെ പൂസായി കിടക്കുമ്പോൾ ഓട്ടുവിളക്കുണ്ടായിരുന്നത് മുറിയിലുണ്ടായിരുന്ന ഓട്ടുവിളക്ക് ചെരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തലയണയ്ക്കും അദ്ദേഹം തലക്കിൽ വെച്ചിരുന്ന ആ കട്ടിയുള്ള വസ്തുക്കൾക്കെല്ലാം തീ പിടിച്ച് അത് ദ്രവിച്ച് പഞ്ഞിയും വസ്തുക്കളൊക്കെ കത്തി അങ്ങനെ വരുന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഈ തീയിൽ നിന്ന് സ്വന്തം ഈ മുഖവും ഈ കഴുത്തും ഈ തലയൊന്ന് പൊക്കാൻ മാത്രമുള്ള ശക്തി ആ പൂസുകൾ ആണ്ട് കിടന്നിരുന്ന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൈയുടെ ഒരു ഭാഗവും അദ്ദേഹത്തിൻ്റെ ശിരസിൻ്റെ ഒരു ഭാഗവും അദ്ദേഹത്തിൻ്റെ മുഖവും ചെവിയും കഴുത്തിൻ്റെ ഒരു ഭാഗം എല്ലാം വെന്തുപോയി. അദ്ദേഹത്തെ തൃശ്ശൂറുള്ള പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഹോസ്പിറ്റലിൽ മെഡിസിൻ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് എത്തിയില്ല. 8 ദിവസം വെന്ത് വേദന സഹിച്ച് കിടന്ന അദ്ദേഹം 8-ാം ദിവസം തൃശ്ശൂറുള്ള ഹോസ്പിറ്റലിൽ വെച്ച് ഈ ലോകം വിട്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരത്തിൽ 8 ദിവസം വേദന തിന്ന് അദ്ദേഹം വേദനിച്ച് മരിച്ച്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം പഠിപ്പിക്കുന്നു, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ സ്വന്തം ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. മദ്യപിക്കുന്ന വ്യക്തി സ്വന്തം ജഡത്തിൽ നാശം വിതയ്ക്കുന്ന വ്യക്തിയാണ്. സ്വന്തം ജഡത്തിൽ വിതയ്ക്കുന്ന വ്യക്തിയാണ്. ജഡപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി, ജഡത്തിൻ്റെ സ്വഭാവത്തെ തൃപ്തിപ്പെടുത്തുന്ന വ്യക്തി, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ഒരു വ്യക്തി ജഡത്തിനായി വിതയ്ക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. എന്തുകൊണ്ടാണ് ഈ ശരീരത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്? ഈ ശരീരത്തിനെതിരായ പാപമാണ് മദ്യപാനം. ഈ ശരീരത്തിനെതിരായ പാപമാണ് പുകവലി. ഈ ശരീരത്തിന് അന്തസ്സിനും വിശുദ്ധിക്കും എതിരായ പാപമാണ് ഈ ഹാൻസും പാൻപരാഗും ഉപയോഗിക്കുന്ന സ്വഭാവം. ഈ ശരീരത്തിന് അന്തസ്സിനും വിശുദ്ധിക്കും എതിരായ പാപമാണ് കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പ്രകൃതം. എല്ലാ ലഹരി വസ്തുക്കളും മദ്യപാനവും പുകവലിയും ഈ ശരീരത്തിന് അന്തസ്സിനും ഈ ശരീരത്തിന് വിശുദ്ധിക്കും എതിരായ പാപമാണ്. വിശുദ്ധിക്കെതിരായ പാപമാണ് മദ്യപാനവും ലഹരി വസ്തുക്കളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ കാരണം ഇതാണ്. ഒരു കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ ശരീരം എന്തിനു വേണ്ടിയുള്ളതാണ്? കൊരിന്ത്യൻകാർക്ക് 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം, ശരീരം കർത്താവിന് വേണ്ടിയുള്ളതത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് വേണ്ടി സ്വന്തമായൊരു സ്ഥലം സൃഷ്ടിച്ചിട്ടില്ല. ഒരു പർവ്വതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹമോ ചൊവ്വായോ ചന്ദ്രൻ്റെ ഏതെങ്കിലും ഒരു ഗോളമോ ദൈവത്തിന് സ്വന്തമായി സൃഷ്ടിച്ചിട്ടില്ല. ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് അത് മനുഷ്യന് വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവം ചിന്തിച്ച്, ഇനി എനിക്ക് വേണ്ടി സ്വന്തം ഒരു സ്ഥലം. അങ്ങനെ ദൈവത്തിന് സ്വന്തമായൊരു സ്ഥലത്തിന് വേണ്ടി ചിന്തിച്ച് ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ ദൈവത്തിന് സ്വന്തമായൊരു സ്ഥലത്തിന് രൂപകൽപ്പന നൽകി. അത് ദൈവം സ്വന്തം കൈ കൊണ്ട് മെനഞ്ഞെടുത്ത്, ദൈവത്തിന് സ്വന്തം ഒരു ഇടം ദൈവത്തിന് സ്വന്തം കൈകൾ കൊണ്ട് മെനഞ്ഞെടുത്ത് ദൈവം അതിൻ്റെ മേൽ ഊതി ഈ ഭൂമിയിലേക്ക് വെച്ചു. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യ ശരീരം നമ്മുടെ സ്വന്തമല്ല. ഈ മനുഷ്യ ശരീരം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അതാണ് കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്, ശരീരം കർത്താവിന് വേണ്ടിയുള്ളതത്രേ. ഈ ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ,
നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഇത് ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലം. ഇറ്റ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇഷ്ടത്തോടുകൂടെ വസിക്കുന്ന ഒരു സ്ഥലമാണ് മനുഷ്യ ശരീരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ഏത് തീർത്ഥാടന കേന്ദ്രത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ദൈവ സാന്നിധ്യം ഈ ശരീരത്തിലുണ്ട്. കാരണം ദൈവം ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടില്ല ഇതെൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ല, ഇത് എൻ്റെ ഇരിപ്പിടമെന്ന് പറഞ്ഞിട്ടില്ല, ഇതെൻ്റെ വാസസ്ഥലം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ മനുഷ്യ ശരീരത്തെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്, ഇത് എൻ്റെ വാസസ്ഥലം. ഇറ്റ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഗോഡ്സ് ഓൺ കൺട്രി. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് മനുഷ്യൻ്റെ ശരീരം. ഗോഡ്സ് ഓൺ കൺട്രി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലമായതുകൊണ്ട് ഇത് ഈ പ്രപഞ്ചത്തിലെ മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്ന് മറ്റെല്ലാ വസ്തുക്കളിൽ നിന്ന് വ്യത്യാസപ്പെട്ടൊരു സംഗതിയാണ്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ്, ഇത് ദുർവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത്, ഇത് തോന്നിയാസത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ വെറിക്കൂത്തുകളും ഈ ശരീരത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ പരീക്ഷിക്കരുത്. ഇത് നിങ്ങൾക്ക് പരീക്ഷണ വസ്തുവല്ല. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലമാണ്. ഈ ശരീരം കർത്താവിന് വേണ്ടിയുള്ളത് അത്രേ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതുകൊണ്ടാണ് മദ്യപാനം പാപമായി മാറുന്നത്. ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പുകവലിക്കുന്നത് പാപം എന്ന് പറയണത്? എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നത് പാപം എന്ന് പറയണത്? എന്തുകൊണ്ടാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് പാപം എന്ന് പറയണത്? അല്പം മദ്യം ഉപയോഗിച്ചുകൊണ്ട് എന്താ തെറ്റ്? ഞാൻ അല്പം മദ്യം ഉപയോഗിച്ചുകൊണ്ട് എന്താ? ഞാൻ വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ. ഞാൻ മദ്യം ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയല്ലേ ചെയ്യണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ മദ്യപിച്ചിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല മദ്യം പാപമാണോ പുണ്യമാണോ എന്ന് നിശ്ചയിക്കുന്നത്. വിശുദ്ധ വചനം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മദ്യം പാപമാണോ പുണ്യമാണോ എന്ന് അറിയണത്. ഈ ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപമാണ് മദ്യം. അതുകൊണ്ടാണ് കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വ്യഭിചാരികളും വിഗ്രഹാരാധകരും മദ്യപന്മാരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്, മദ്യപന്മാർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശരീരത്തിനെതിരായ പാപമാണ് മദ്യമെന്ന്. മദ്യം കഴിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ അന്തസ്സിന് എതിരായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. മദ്യം കഴിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് എതിരായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. മദ്യം കഴിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ മാന്യതയ്ക്കെതിരായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അല്ല, ഈ മദ്യം പുണ്യമാണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയണത്? നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടല്ലോ മദ്യം കഴിക്കുന്നത് തെറ്റില്ല, അല്പം മദ്യം കഴിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ബൈബിളിൽ ഏതെങ്കിലും 1-2 വചനം എടുത്തിട്ട് മദ്യം കഴിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മദ്യം പുണ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈ മദ്യം കഴിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനാരൂപിയിൽ ധ്യാനത്തിൻ്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഈ മദ്യം ഓരോ ഗ്ലാസ് എല്ലാ ദിവസവും കുടിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാരൂപി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? അദ്ദേഹം മദ്യം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം കൂടുകയാണോ കുറയുകയാണോ ചെയ്യണത്? നിങ്ങൾ വഞ്ചിതരാകരുത്. മദ്യപിക്കുമ്പോൾ പ്രാർത്ഥനാരൂപി കുറയും, മദ്യപിക്കുമ്പോൾ വിശുദ്ധിയുടെ അഭിഷേകം കുറയും, മദ്യപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുറയും. കാരണം അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ മദ്യം എടുക്കാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് ജഡത്തിൻ്റെ ദുരാസക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപിക്കുന്ന ആരുടെയും പുണ്യം കൂടിയതായി കേട്ടിട്ടില്ല. മദ്യപിക്കുന്ന ആരുടെയും വിശുദ്ധി കൂടിയതായി ഞാൻ കേട്ടിട്ടില്ല. മദ്യപിക്കുന്ന ആരുടെയും പരിശുദ്ധാത്മാഭിഷേകം കൂടിയതായി ഞാൻ കേട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില ചേട്ടത്തിമാർ പറയുന്നതിൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ചേട്ടൻ മൂക്കറ്റം കുടിച്ച് റോട്ടിൽ കിടന്ന് ബഹളം വെച്ച് എത്രയോ മോശം. എന്നാൽ അദ്ദേഹം ഒരു കുപ്പി വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഒരു പെഗോ 2 പെഗോ കുടിച്ചിട്ട് മിണ്ടാതെ പുതപ്പ് മൂടി കിടന്നുറങ്ങുകയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്ന് ചില ചേട്ടത്തിമാർ ചിന്തിക്കുന്നു. അതും തെറ്റാണ്. ഒരു വ്യക്തി കള്ള് ഷാപ്പിൽ പോയി മൂക്കറ്റം കുടിച്ചിട്ട് ബഹളം ഉണ്ടാക്കി റോട്ടിൽ കിടന്ന് മൂക്കുകുത്തി കിടക്കുന്നതിനേക്കാൾ ഒരുപാട് ഇരട്ടി ഗൗരവമുള്ള തെറ്റാണ് മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഓരോ പെഗ് വീതം കുടിച്ചിട്ട് മിണ്ടാതെ പുതപ്പ് മൂടി കിടന്നുറങ്ങുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് തെറ്റായി മാറുന്നത്? ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്.
ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റി കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും. അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മദ്യം കഴിക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ വിശുദ്ധിക്കെതിരായ പാപമാണ്, ശരീരത്തിൻ്റെ വിശുദ്ധിക്കെതിരായ തെറ്റാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശരീരത്തിൻ്റെ വിശുദ്ധിക്കെതിരായി തെറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി അശുദ്ധനായി തീരുന്നു. പുകവലിക്കുന്ന വ്യക്തി പുകവലിക്കുമ്പോൾ തൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുന്നു. മദ്യപിക്കുന്ന വ്യക്തി മദ്യപിക്കുമ്പോൾ തൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുന്നു. ഹാൻസും പാൻപരാഗും ഉപയോഗിക്കുന്ന വ്യക്തി, കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തി, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ആ പ്രവൃത്തിയാൽ തന്നെ തൻ്റെ ശരീരത്തെ അവൻ അശുദ്ധമാക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുന്നു എന്ന് മാത്രമല്ല, വചനം പഠിപ്പിക്കുന്നു, അവൻ എവിടെ ഇരുന്നാണോ മദ്യം ഉപയോഗിക്കുന്നത്, അവൻ എവിടെ ഇരുന്നാണോ പുകവലിക്കുന്നത്, ആ സ്ഥലവും അശുദ്ധമായിരിക്കുന്നു. നീ വീട്ടിൽ വെച്ച് മദ്യപിച്ചാൽ നിന്റെ വീടും നിന്റെ മണ്ണും നിന്റെ കാലാവസ്ഥയും ആ കോമ്പൗണ്ടും അശുദ്ധമായി. അന്ന് മുതൽ ആ കോമ്പൗണ്ട്, ആ മണ്ണ്, ആ കാലാവസ്ഥ നിന്നോട് ശത്രുതയോടെ പെരുമാറാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ എവിടെ വെച്ചാണോ ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നത്, ആ സ്ഥലം അശുദ്ധമാണ്. അത് നിന്നോട് എതിരോടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ സ്ഥലത്ത് ആ പാപത്തിൻ്റെ ആത്മാവ് വസിക്കാൻ തുടങ്ങും. നീ വീട്ടിൽ വെച്ച് മദ്യപിച്ചാൽ വീട്ടിൽ മദ്യത്തിൻ്റെ ദുർബോധം വസിക്കാൻ തുടങ്ങും. നിന്റെ ശരീരത്തിൽ മദ്യത്തിൻ്റെ ദുർബോധം ഉണ്ടായിരിക്കും. നീ എവിടെ വെച്ച് മദ്യപിക്കുന്നോ ആ വീട്ടിൽ മദ്യത്തിൻ്റെ ദുർബോധം ഉണ്ടായിരിക്കും. പിന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എങ്ങനെ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കുന്ന നീ പറയണത്? പിന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എങ്ങനെ അഭിഷേകം വർദ്ധിക്കുന്ന നീ പറയണത്? പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എങ്ങനെ ഒരു കാര്യം നടത്തി തിരിച്ചു വരും നീ പറയണത്? കാരണം നീ ഇരിക്കുന്ന സ്ഥലം തന്നെ, നിന്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലം തന്നെ നീ അശുദ്ധമാക്കി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ ദേശത്തെ നീ അശുദ്ധമാക്കിയാൽ, നീ മദ്യപിക്കുന്ന വഴി നിന്റെ മണ്ണ് അശുദ്ധമായാൽ, ആ ദേശത്തിൻ്റെ മേൽ ഈ പാപത്തിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ ആ ദേശം, ആ മണ്ണ് ഒരു കാര്യം ചെയ്യും. ആര് വഴിയാണോ ആ മണ്ണ് അശുദ്ധമായത്, ആ ആളെ, ആ കുടുംബത്തെ ആദ്യം ആ നാട്ടിൽ നിന്ന് പുറന്തള്ളും. പ്രൈസ് ദി ലോർഡ്. ആ നാട്ടിൽ നിന്ന് ആദ്യം പുറന്തള്ളും. അത് കൊള്ളപ്പലിശ വഴിയായിട്ടോ, അത് സാംക്രമിക രോഗങ്ങൾ വഴിയോ, അത് ഭീകരന്മാരുടെ ആക്രമണം വഴിയോ, അത് കള്ളന്മാരുടെ ഉപദ്രവം വഴിയോ, പൂപ്പൽ രോഗങ്ങൾ വഴിയോ, വൈറസ് വഴിയോ, അത് അലർജി രോഗങ്ങൾ വഴിയോ, ശ്വാസം മുട്ടൽ വഴിയോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. നീയും നിന്റെ കുടുംബാംഗങ്ങളും ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഓടിപ്പോകുന്ന അന്തരീക്ഷം ഉണ്ടാകും. ഇന്ന് നീ നിന്റെ വീട്ടിൽ വെച്ച് മദ്യപിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് നിന്റെ വീട്ടിൽ വെച്ച് നീ ശരീരത്തെ അശുദ്ധമാക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ മകനെ, ദൈവത്തിൻ്റെ വചനത്തെ ആസ്പദമാക്കി ഒരു കാര്യം നിനക്ക് ഞാൻ ഉറപ്പ് തരാം. അധിക നാള് കഴിയുന്നതിന് മുമ്പ്, ഏതാനും കുറേ വർഷങ്ങൾക്കുള്ളിൽ നീയും നിന്റെ കുടുംബവും ആ നാട്ടിൽ നിന്ന്, ആ ദേശത്താൽ പരിത്യക്തമായിരിക്കും. ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. കാരണം ആ ദേശം നിങ്ങളെ കുടഞ്ഞെറിയും. നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കും. ഒരു ബാങ്കിൽ നിന്ന് ഈ ബാങ്കിലെ ലോൺ ആ ബാങ്കിൽ നിന്ന് എടുത്ത് അടയ്ക്കാൻ നോക്കും, അവിടെ നിന്ന് എടുത്ത് ഇവിടെ അടയ്ക്കാൻ നോക്കും. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കരുത്. വചനം പഠിപ്പിക്കുന്നു, ആ ദേശം നിങ്ങളെ കുടഞ്ഞെറിയും. ഇത് ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 28-ാം വാക്യത്തിലുണ്ട്. 27-28 വാക്യങ്ങൾ. നിങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം മ്ലേച്ഛതകൾ കൊണ്ട് നാട് മലിനമാക്കി. ആകയാൽ ഈ ദേശം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഈ ദേശം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. നീ ഒരു വിദ്യാർത്ഥിയാണോ? നീ ഒരു MLA ആണോ? നീ ഒരു MP ആണോ? നീ ഒരു മന്ത്രിയാണോ? നീ ഒരു ഉദ്യോഗസ്ഥനാണോ? നീ ഒരു കൃഷിക്കാരനാണോ? നീ ഏത് പൊസിഷനിലാണെങ്കിലും നീ ആ സ്ഥാനത്തിരുന്ന് നിന്റെ ശരീരത്തെ അശുദ്ധമാക്കുന്ന മദ്യപാനം എന്ന തിന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ ശരീരത്തെ നീ ആ പൊസിഷൻ അശുദ്ധമാക്കിയാൽ, ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കി ഞാൻ നിന്നോട് പറയുന്നു, അധികകാലം കഴിയുന്നതിന് മുമ്പ് ആ സ്ഥലം നിന്നെ പുറന്തള്ളിയിരിക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഇന്ന് മദ്യപാനത്തിനും തിന്മയ്ക്കും അടിമപ്പെട്ട് കിടക്കുന്ന വംശങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും അവിടുത്തെ ശക്തിയെ വർഷിക്കണമേ. ഓ, തിന്മയുടെ കോട്ടകളെല്ലാം തകർന്നടിഞ്ഞ് വീഴട്ടെ. മദ്യം ശരിയാണ്, അല്പം മദ്യപിച്ചുകൊണ്ട് കുഴപ്പമില്ല, വീട്ടിൽ മദ്യപിച്ചുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ ചിന്തിക്കുന്നവരിൽ നിന്ന് ഇടർച്ച വെക്കുന്ന ഉപദേശത്തിൻ്റെ വേരുകളെ പറിച്ചു കളയണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. Hallelujah, Maranatha.
ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ ഏത് തിന്മയാണോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി നശിപ്പിക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ വിളയാടുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി സൂക്ഷിക്കാൻ, ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കാൻ കുടുംബത്തിൽ തടസ്സമുണ്ടാക്കുന്ന, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ശല്യം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പാപത്തിൻ്റെ ശക്തികളെ ശാസിച്ച് ബന്ധിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഉറക്ക യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പിതാക്കന്മാരിൽ ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്നുണ്ടായ മദ്യപാനത്തിൻ്റെയും തിന്മയുടെ എല്ലാ തരത്തിലുള്ള എല്ലാ ആധിപത്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകർന്ന് നിർവീര്യമാകട്ടെ. കുടുംബങ്ങൾ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. മദ്യപിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ പഴിച്ചു വിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചികിത്സ ഫലിക്കാത്ത ശരീരങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ ബാധകളിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ നാരകീയ സേനയും ദുഷ്ടാത്മകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. എൻ്റെ പേര് മിനി വിൽസൺ. ഞാൻ വെലങ്ങാട് ഇടവയിൽ നിന്ന് വരുന്നു. എനിക്ക് 10 വർഷമായി തലവേദനയായിട്ട്. എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ മൂക്കിന് എല്ല് വളഞ്ഞിട്ട് അത് സുഖപ്പെട്ടില്ല. എന്നിട്ട് ഇവിടെ അത് സുഖപ്പെടാതെ വന്ന് ഞാനിവിടെ വന്ന് എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ മേലായിരുന്നു. പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. 10 വർഷമായുള്ള തലവേദന ഇപ്പം അത് മാറിയോ? ഇപ്പം മാറി. ശരിക്കും മാറിയോ? ശരിക്കും മാറി. പ്രൈസ് ദി ലോർഡ്. ഓപ്പറേഷൻ മൂക്കിൻ്റെ എല്ല് വളഞ്ഞതിന് ഓപ്പറേഷൻ ചെയ്ത് നോക്കി, എന്നിട്ടും ആ തലവേദന മാറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചു, എന്നിട്ടും ഇതുവരെ തലവേദന ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് എല്ലാ ദിവസവും ഉണ്ടാകുമായിരുന്നോ? 10 വർഷമായി ഈ സഹോദരിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന തലവേദനയാണ്. അത് പൂർണ്ണമായും വിട്ടുപോയി. സഹോദരിക്ക് വലിയ സന്തോഷം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയെ മാത്രം എടുക്കാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എൻ്റെ പേര് വിൻസെൻ്റ് വരപ്പാനിയിൽ, കണ്ണൂർ ജില്ല, ചെറുപുഴ ഇടവക. എനിക്ക് ഒരു 15 വർഷമായിട്ട് നിരന്തരമായ തുമ്മൽ, തണുപ്പ് അടിക്കാൻ സാധിക്കില്ലായിരുന്നു. 15 വർഷമായിട്ട് തുമ്മലുണ്ടായിരുന്നു. എൻ്റെ തൊഴിൽ ഫെർട്ടിലൈസർ കെമിക്കൽ ചെയ്യുന്ന ബിസിനസ്സാണ്. അത് തുടങ്ങിയ 5 കൊല്ലം കഴിഞ്ഞ് തുമ്മൽ ആരംഭിച്ചു. ഒരു 10 കൊല്ലമായിട്ട് ശ്വാസം മുട്ടൽ, അലർജിക്ക് ആസ്മ. ഞാൻ സ്ഥിരമായിട്ട് 4 കൊല്ലമായിട്ട് ഇൻഹീലർ ഉപയോഗിച്ചിട്ടാണ് ഉറങ്ങുന്നത്. 10 വർഷമായി ശ്വാസം മുട്ടലായിരുന്നു. ഇവിടെ വന്ന അന്ന് പോലെ എനിക്ക് തുമ്മൽ നിന്നിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ ഭയങ്കരമായിട്ട് തുമ്മി. വിശുദ്ധ കുർബാനയുടെ സമയത്ത് സ്തുതിപ്പിൽ എനിക്ക് ശ്വാസം മുട്ട് കൂടി വയറ് പുറത്ത് വല്ലാത്ത അലർജി കൂടി. ഞാനോടത്തത് കൂടുവാണോ എന്ന് വിചാരിച്ചു. പക്ഷെ വൈകുന്നേരത്തെ ആരാധനയുടെ സമയത്ത് ഒരു ശ്വാസം മുട്ടൽ രോഗിക്ക് സുഖപ്പെടുന്നതായി ഇവിടെ വിളിച്ചു പറഞ്ഞു. അന്ന് ഞാനോർത്ത് ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. ഞാൻ ഇന്നലെ വൈകിട്ട് ഊണ് കഴിക്കാതെയാണ് കിടന്നത്. സാധാരണ ഭക്ഷണം കഴിക്കാതെ വയറ് വിശന്ന് കിടന്നാൽ എനിക്ക് ഗ്യാസ് കയറി ശ്വാസം മുട്ടൽ കൂടും. അതുകൊണ്ട് ഞാൻ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊണ് കഴിക്കാതെ കിടന്നു. പിന്നെ ഇന്നലെ ഗുളിക കഴിച്ചിട്ടില്ല, ഇൻഹീലർ ഗുളിക വലിക്കാതെ കിടന്നു, സുഖമായിട്ട് ഉറങ്ങി. 3 മണിക്കൊന്നും ഞെട്ടി എണീച്ചു. ഞാൻ നോക്കി ശ്വാസം മുട്ടുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല. വീണ്ടും സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ 5 മണിക്ക് എണീച്ച് ഒരു 4-5 ബക്കറ്റ് വെള്ളം തലയിൽ ഒഴിച്ച് സുഖമായിട്ട് കുളിച്ചു. പച്ചവെള്ളം ഒഴിച്ച് കുളിച്ചു. തണുപ്പടിച്ചാൽ ആ സമയത്ത് എനിക്ക് തുമ്മലും ശ്വാസം മുട്ടലും കൂടുന്നതാണ്. ഒരു കുഴപ്പമുണ്ടാകില്ല, സുഖമായിട്ടിരിക്കുന്നു. ഈ കൊടും തണുപ്പത്ത് രാവിലെ പച്ചവെള്ളം തലയിൽ ഒഴിച്ചു 5 മണിക്ക് കുളിച്ചു നോക്കി. 10 വർഷമായ ശ്വാസമുട്ടലും 15 വർഷമായ തണുപ്പടിക്കുമ്പോൾ തുമ്മലും ഈശോ അത്ഭുതകരമായി ഇന്നലത്തെ ആരാധനയുടെ സമയത്ത് എടുത്തു മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ.